ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ജാങ്കോയിൽ എങ്ങനെയാണൊരു വാല്യൂ പാസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്ത പ്രോജക്റ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം URL ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നോക്കിയത്. ഇനി URL കേസ് നമുക്ക് നോക്കേണ്ടതില്ല. ഇനി ആഡ് ചെയ്ത് വിട്ടാൽ മതി. URL ജസ്റ്റ് നമ്മുടെ വ്യൂ ഫംഗ്ഷനിലേക്ക് പോവുക. MySite.val അല്ലാതെ നമ്മുടെ ആപ്സിൻ്റെ views.py നമ്മളെത്തി. ഈ views.py നമ്മുടെ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു വെച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു വെച്ചതിൽ നിന്നും ഒരു ചെറിയ ചേഞ്ച് വരുത്താം. അതായത് നമ്മുടെ ടെംപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്ത് HTML ഓപ്പൺ ചെയ്ത് നമ്മൾ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിരുന്നത് നമുക്ക് ഒഴിവാക്കാം. നമുക്കൊരു സിംഗിൾ പേജ് മതി. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇനി ഈ ഫ്രണ്ട് എൻഡിലേക്ക് നമുക്കൊരു വാല്യൂ പാസ് ചെയ്യണം. അതായത് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അതിന് നമ്മൾ വ്യൂ ഫംഗ്ഷനിൽ കോണ്ടെക്സ്റ്റ് ഡാറ്റ നമ്മൾ സാറിന് പറയും. അതായത് നെക്സ്റ്റ് ആർഗ്യുമെൻ്റ് കോണ്ടെക്സ്റ്റ് നെയിം ഇവിടെ കാണിക്കുന്നത് കോണ്ടെക്സ്റ്റ് നമുക്ക് ഒന്നെങ്കിൽ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാം. ഈക്വൽ ടു കോണ്ടെക്സ്റ്റ് ഡാറ്റ നമ്മൾ ഡിക്ഷണറിയാണ്. ഡിക്ഷണറി എന്താണെന്ന് അറിയാത്തവർ എങ്ങനെയാണ് ഒരു ഡിക്ഷണറി പൈത്തണിൽ യൂസ് ചെയ്യണമെന്ന് നോക്കണം. ഒരു ഡിക്ഷണറി ഓപ്പൺ ചെയ്തു. അതിൽ നമ്മൾ ജാങ്കോ ഡാറ്റ നമ്മൾ കൊടുക്കും. ഓക്കെ, ഈ ഡാറ്റയിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് എൻഡിൽ ഇവിടെ നമുക്ക് കാണുന്നത് തൊട്ട് താഴെ കാണണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സെക്കൻഡ് സ്ക്രീൻ. ഓക്കെ, ഈ ഡാറ്റയെ നമുക്ക് കോണ്ടെക്സ്റ്റിലൂടെ പാസ് ചെയ്ത് തരണം. അപ്പോൾ എന്ത് ചെയ്യണം? കോണ്ടെക്സ്റ്റിനവിടെ ജസ്റ്റ് കോണ്ടെക്സ്റ്റ് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ പാസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ വാല്യൂ ഇവിടെ കൊടുക്കാം. നമുക്ക് നമ്മൾ ഇഷ്ടമുള്ളല്ലോ കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ആദ്യത്തെ മെത്തേഡ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ മെത്തേഡിൽ കൊടുത്തു. നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റ് ഡാറ്റ ഇതാണ് ഡിക്ഷണറിയുടെ കീ. ഇതാണ് ആ കീയുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂ. ഈ കീയെ നമുക്ക് ടെംപ്ലേറ്റിൽ വിളിക്കാൻ പറ്റും. മീൻസ് ഈ URL, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന // എന്ന് പറഞ്ഞ URL ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞ വ്യൂ ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഇൻഡെക്സ് വ്യൂ ഫംഗ്ഷനകത്ത് കൊടുത്ത കോണ്ടെക്സ്റ്റ്, അതായത് ഈ ഡിക്ഷണറി വാല്യൂ നമുക്ക് ടെംപ്ലേറ്റിൽ റെൻഡർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ home.html എടുത്ത് അതിൽ ജിഞ്ച ഫോർമാറ്റ് എന്ന് പറയും. നമുക്കിപ്പോൾ h1 ടാഗ് ഓപ്പൺ ചെയ്തു. അതിൽ കേർലി ബ്രാക്കറ്റ്, ഇതാണ് ജിഞ്ച ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റിൽ ഈ HTML ഫയൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യും. വ്യൂസിൽ ഈ HTML-ലേക്കാണ് റിട്ടേൺ റെൻഡർ home.html കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ home.html കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് home.html ആണ് നമുക്ക് കോണ്ടെക്സ്റ്റിന് അവൈലബിൾ. അതിപ്പോൾ ഡാറ്റ എന്നുള്ള വാല്യൂ ഈ home.html പോയി നമുക്ക് ഡാറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഡാറ്റ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഈ ഡാറ്റ നമ്മൾ ഡിക്ഷണറിയിൽ കീ ആണ്. സോ കീ കോൾ ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് ജസ്റ്റ് ഇറ്റ്സ് എ ജാങ്കോ ഡാറ്റ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ പേജ് ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം എന്താണ് അവിടെ വന്നിരിക്കുന്നത്. കണ്ടു, ഈ h1 ടാഗാണ് നമ്മൾ ഇറ്റ്സ് എ ജാങ്കോ ഡാറ്റ. കണ്ടു, ഈ ഡാറ്റ ഇത് നമ്മൾ ഇങ്ങനെയല്ല ആക്ച്വലി ഇവിടെ പറഞ്ഞു കൊടുത്തേക്കണേ. ഇതാണ്. അപ്പോൾ ഈ ഡാറ്റയിൽ ഈ വ്യൂ ഫംഗ്ഷൻ എന്നുള്ള
ഈ ഡാറ്റയ്ക്കകത്ത് വാല്യൂ ആണ് അവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇറ്റ്സ് ജാങ്കോ ഡാറ്റ. ഇവിടുത്തെ കീ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ആയി എന്നടിച്ചെന്നിരിക്കട്ടെ. ഇവിടുത്തെ ഡിക്ഷണറിയിലെ വാല്യൂ മാത്രം ഞാൻ മാറ്റി കൊടുത്തു, കീ മാറ്റിയില്ല. ഇവിടെ ചേഞ്ച് ആവാൻ നോക്കാം. ഹായ് കണ്ടോ, ഇവിടെ ചേഞ്ചായി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റാസ് നമ്മൾ ഡിക്ഷണറി ത്രൂ നമ്മൾ HTML പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് പല രീതിയിൽ പാസ് ചെയ്യാം. നമുക്കിനി ഒരു ലിസ്റ്റിനെ എനിക്ക് പാസ് ചെയ്യാം. ഒരു ലിസ്റ്റ് ഓൾറെഡി ഡിക്ഷണറി നമുക്ക് എന്ത് ഡാറ്റ വേണമെങ്കിലും JSON ഏത് ഡാറ്റ വേണമെങ്കിലും നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് DB ക്രിയേഷൻസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ജാങ്കോയിലൊരു DBയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ജാങ്കോ ORM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റ് റിലേഷൻ മാപ്പിംഗ് ORM സപ്പോർട്ടിംഗ് ആണ് ജാങ്കോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് ഒരു ഇതാണ് നമ്മുടെ DB SQLite 3. ഓക്കെ, ഈ DB നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആയപ്പോൾ, അതായത് പൈത്തൺ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ് DB. ആ DB SQLite 3 വരാൻ കാരണം നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞിരുന്നു. ഇതിൽ ഡാറ്റാബേസ് ഓൾറെഡി ഡീഫോൾട്ടായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് DB SQLite 3 ഇവിടെ ജനറേറ്റ്. നമുക്കിത് മാറ്റി MySQL PostgreSQL ഒക്കെ യൂസ് ചെയ്യാം. നമുക്ക് PostgreSQL MySQL ഒക്കെ DB ചേഞ്ച് ചെയ്ത് നമുക്ക് ലാസ്റ്റ് സെക്ഷനിൽ നോക്കാം. ഇപ്പോൾ തൽക്കാലം ഡീഫോൾട്ടായിട്ടുള്ള DB SQLite 3. അതുപോലെ DB ഓപ്പൺ ആകാൻ ഞാൻ പറഞ്ഞിരുന്നു. DB ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യണം. വിൻഡോസിലാണെങ്കിൽ DB ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഫയൽ വന്ന് ഓപ്പൺ ചെയ്യണം നമ്മുടെ ടേബിൾ. ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ടേബിളിൽ ഒന്നുമില്ല. ഇത് ഓപ്പൺ ബ്രൗസിംഗ് ഡാറ്റ. ടേബിളിൽ ഒരു ഡാറ്റാസും അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഡേറ്റ ഓൾറെഡി നിങ്ങൾ റൺ സെർവർ ചെയ്തപ്പോൾ ഒരു റെഡ് ലൈൻ കണ്ടിടണം. യു ഹാവ് 17 അൺഅപ്ലൈഡ് മൈഗ്രേഷൻസ്. അതായത് ജാങ്കോ ഡീഫോൾട്ടായിട്ട് കുറച്ച് ഓതൻറ്റിക്കേഷൻ ടേബിളും കാറ്റും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ DBയിലേക്ക് റൈറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വാർണിംഗ് മെസ്സേജ് കാണിക്കുന്നത്. ഓക്കെ, DBയിലേക്ക് ഡാറ്റാബേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് python manage.py make migrations. ഈ കമാൻഡ് അടിക്കുക, എൻ്റർ ചെയ്യുക. നോ ചേഞ്ചസ് ഡിറ്റക്ട്. ഓക്കെ. ഇപ്പോൾ നമുക്ക് പുതിയ DB ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഓൾറെഡി മൈഗ്രേഷൻ നടന്നിട്ടുണ്ട്. ഇതിന് ശേഷം മേക്ക് മൈഗ്രേഷന് ശേഷം മൈഗ്രേറ്റ്. ഈ മേക്ക് മൈഗ്രേഷനും മൈഗ്രേറ്റും എന്താണെന്ന് നമ്മൾ DB ചെയ്യുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ദെൻ ക്ലിക്ക് ചെയ്തു അപ്ലൈങ് ഓത്ത് അഡ്മിൻ ഒത്തൻറ്റിക്കേഷൻ സെഷൻ. ഇതുപോലത്തെ കുറേ ഡാറ്റാസ് ഇപ്പം DBയിലേക്ക് റൈറ്റായി. ഇനി നമുക്ക് DB പോയി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ക്ലോസ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, ഈ ടേബിളുകളെല്ലാം ഓത്ത് യൂസർ എന്ന് പറഞ്ഞ ജാങ്കോടെ നമുക്ക് ഓതൻറ്റിക്കേഷനുള്ളതാണ്. ബ്രൗസർ എടുത്തിട്ട് ഓത്ത് ഡാറ്റ എടുത്ത് നോക്കാം. ഓത്ത് യൂസർ കണ്ടോ, ജാങ്കോ ഡീഫോൾട്ടായിട്ട് കൊടുത്തേക്കാണ്. നമുക്ക് യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ പാസ്വേഡ്, ലാസ്റ്റ് ലോഗിൻ, ഈ സൂപ്പർവൈസ്, യൂസർ നെയിം, ഫസ്റ്റ് നെയിം, ഇമെയിൽ, ഈ സ്റ്റാഫ് ഈസ് ആക്റ്റീവ്, ഡേറ്റ് ഓഫ് ജോയിൻ, ലാസ്റ്റ് ടൈം, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ടേബിളിനെ കുറിച്ച് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഒരു ടേബിൾ ജാങ്കോയിൽ ക്രിയേറ്റ് ചെയ്യാം, DBയിലേക്ക് റൈറ്റ് ചെയ്യാം. അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പ് 1 models.py എന്നൊരു ഫയലുണ്ട്. ഇവിടെയാണ് നമ്മുടെ മോഡൽ ജനറേറ്റ് ചെയ്യുന്നത്. ഞാനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ക്ലാസ് യൂസ് ചെയ്യുന്നു. ക്ലാസ് മോഡൽ ബേസിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു